നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാ സ്ഥലമെന്ന്. നമ്മുടെ അൻഫാലിക്കയുടെ, നമ്മുടെ സ്വന്തം അൻഫാലിക്കയുടെ സഫാരി കാർസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വയനാട്ടിലാണുള്ളത്. അപ്പോൾ എന്താ പറയുക, നമുക്കറിയാമല്ലോ, ആളുടെ വ്ളോഗൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് അതുമായിട്ടുള്ള കുറച്ച് പ്രവർത്തനത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അൻഫാലിക്ക ഉടനെ തന്നെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ആഫി ഉണ്ടായിരിക്കും. നമ്മൾ വന്നപ്പോൾ ഷോറൂം തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് അപ്ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കേരളത്തിൽ ഇന്നിപ്പം വാഹനം വാങ്ങിക്കാനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് ഷോറൂമിൽ പോയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ഇതുപോലുള്ള സഫാരി കാർസ് പോലെ ഡീലർ, പ്രീ ഓൺഡ് യൂസ്ഡ് കാർസ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ രണ്ട് ഓപ്ഷനേ നമുക്കിപ്പോൾ കേരളത്തിലുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം എടുത്ത് ചിലപ്പോൾ പെട്ടെന്നിരിക്കും. പക്ഷേ സഫാരി കാസിൽ നിന്ന് വന്നിട്ട് അൻഫാലിക്കയുടെ കയ്യിൽ നിന്നൊരു വാഹനം എടുത്തിട്ട് ഒരിക്കലും നമ്മൾ പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആഫിയാണ്, അൻഫാലിക്കയുടെ ഏറ്റവും ഇളയ സഹോദരനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ആഫിയാണ്. അപ്പോൾ ആഫി, വെൽക്കം ടു ഡ്രീം ക്യാപ്ചറി. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിവിടെ വരുന്നത്. എല്ലാ രീതിയിലുള്ള സഹകരണം. അപ്പോൾ നമ്മൾ സഫാരി കാർസിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ നമ്പറൊക്കെ കൊടുക്കുന്നത് ചുമ്മാ ഒന്നുമല്ല. എല്ലാ നമ്പറിലും നമുക്ക് ബാക്കിയുള്ള ഡീലർഷിപ്പിനേക്കാളും എന്താ പറയുക, വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു ഡീലർഷിപ്പ് ഇതാണ്. അപ്പോൾ എന്തായാലും ആഫി, താങ്ക് യു ഫോർ ദ കോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രീമിയം കാറുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് അല്ലേ? പ്രീമിയം കാറുകളാണ് കൂടുതലും ഇപ്പം ഫോക്കസ് ചെയ്തേക്കുന്ന മൊത്തം പ്രീമിയം കാറുകൾ അല്ല, നമ്മൾ എല്ലാ ടൈപ്പിലും ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രീമിയം കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ചെയ്തപ്പോ കുറെ ഇന്നോവകൾ ഉണ്ടായിരുന്നു. ഇന്നോവ ഇപ്പൊ സ്റ്റോക്ക് കമ്മിയാണ്. അധികം കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയിൽ ഇന്നോവ കണ്ടിരുന്നു. അത് കണ്ടോണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ബുക്കിംഗ് ആയിപ്പോയി. ക്രിസ്റ്റ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളു, അതിൽ ഒരെണ്ണം ബുക്കിംഗ് ആണല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്നോവ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിന്റെ കൂടെ നല്ല മഴയും കൂടെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പ്രീമിയം കാറുകളെ ഫസ്റ്റ് നമുക്ക് റുബിക്കോൺ 2023 മോഡലാണ്. 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഏകദേശം നമുക്ക് ഒരു 73 ലക്ഷം രൂപ പ്രൈസ് വരും. റുബിക്കോൺ ആണ്. ഏകദേശം ഒരു കസ്റ്റമർ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്കൊരു ബെൻസ് ആണ്. ബെൻസ് ML 350 ആണ്. ഏതാണ്? ML 350. 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡലാണ്. PY രജിസ്ട്രേഷൻ ആണ്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. അവിടെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർക്ക് അവിടെ അഡ്രസ്സിൽ PY അഡ്രസ്സിലെ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, PY രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കാം. ഇത് എത്രയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്കൊരു 14,75,000 കൊടുക്കാം NOC-ൽ. അതായത് ഒരു പ്രീമിയം ലെവൽ 2012 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. 12 ഓൾഡ് ഷേപ്പും വരുന്നുണ്ട്, ന്യൂ ഷേപ്പും വരുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണോ? അത് റീവണ്ടി ആയതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇനി നേരെ കേരള വണ്ടി നമ്മളെ കയ്യിൽ സെയിം മോഡൽ ഉണ്ട്, അതിന് കുറച്ച് ബഡ്ജറ്റ് റേറ്റ് കൂടും. അത് എത്ര വരും? ഇതുമായിട്ട് എത്ര പ്രൈസ് ഡിഫറൻസ്? അതെന്തായാലും ഒരു 6-7 ലക്ഷം രൂപന്റെ ഡിഫറൻസ് ഉണ്ടാവും. കേരള വണ്ടിയും PY രജിസ്ട്രേഷൻ വണ്ടിയും തമ്മിൽ. അത് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അത് 2012 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അപ്പൊ പ്രൈസ് വരുമ്പോ 22.5 ലക്ഷം രൂപ പ്രൈസ് വരും. 22.5. അത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതേ സ്ഥാനത്ത് ഒരാൾക്ക് PY വണ്ടി അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വില കമ്മിയാക്കാൻ നമുക്ക് ബ്ലാക്ക് കളറും അവർക്ക് കൊടുക്കാം. കാണാൻ കുറച്ചുകൂടി ലുക്ക് ബ്ലാക്ക് തന്നെയാണ്. ഈ ഗ്രില്ലൊക്കെ ഒറിജിനൽ കമ്പനി ആണ്. നല്ല അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് രണ്ടിലും വന്നത്. കമ്പനി അലോയ് വീലാണ്. അടുത്തൊരു വലിയൊരു വാഹനമാണ് വെലാറാണ്. റേഞ്ച് റോവർ വെലാർ. ഇത് കേടാ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. ഏത്? അൻഫാലിക്കയുടെ ചാനൽ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് റേഞ്ച്? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. ഒരു 42,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഇതും PY രജിസ്ട്രേഷൻ വണ്ടിയാണ്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. അൺലോക്ക് ആയിട്ടുണ്ടല്ലോ. ഇതിപ്പോ അൺലോക്ക് ആണ്. അൺലോക്ക് ആകുമ്പോൾ പോപ്പ് ചെയ്തു. ഉള്ളൊരു ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു? ഇത് 69 ലക്ഷം രൂപ പ്രൈസ്. 69. പുതിയ വണ്ടിക്ക് ഏകദേശം 1,10 ലക്ഷം രൂപന്റെ അകത്തായിട്ട് വില വരുന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കൂപ്പെ 43 ആണ്. 2019 മോഡലാണ് വരുന്നത്. ഓറഞ്ച് ആർട്ട് എഡിഷൻ വണ്ടിയാണ്. അതായത് ഇത് കമ്പനി തന്നെ ചെയ്തതാണ്. കമ്പനി
അതായത് കസ്റ്റമൈസ് ചെയ്തതാണ് അല്ലേ? അല്ല, കമ്പനി ആകെ 3 പീസേ വണ്ടി ഇറക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മ അറിയാൻ കഴിഞ്ഞത്. ഓ, ഇത് 2019. 2019. ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് ഏകദേശം നമുക്കൊരു 86 ലക്ഷം രൂപ പ്രൈസ്. 86. പുതിയതിന് ഇപ്പൊ എത്ര വരുന്നുണ്ട്? പുതിയ 1,40,00,000 ഇപ്പൊ വരുന്നത് തോന്നുന്നു. കറക്റ്റ് നമുക്കറിയാം 1,40 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ സേഫ്റ്റിയുടെ രാജകുമാർ വോൾവോ XC90 ഇതെങ്ങനെയാണ്? 2016 മോഡലാണ്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നമുക്ക് കേരളത്തിലേക്ക് കൊടുക്കാൻ വേണ്ട വെച്ചാൽ NOC എടുത്തു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഏതാ ഇയർ പറഞ്ഞത്? 2016. ആ, വോൾവോയുടെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് റേഞ്ച് റോവർ ഇവോക്കാണ്. ഇവോക്കിൽ ഡൈനാമിക് വേരിയന്റ് ആണ്. സ്പോട്ടും കാണാൻ ഏകദേശം ലുക്ക് ആയിരിക്കും. കാണാൻ ഏകദേശം സെയിം ആകാം. ചെറിയ രീതിയിൽ അങ്ങോട്ട് മാറ്റുണ്ട്. 27,70,000 രൂപ റേറ്റ് വരും ഫൈനലായിട്ട്. 2014 മോഡല്, സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ റേഞ്ച് റോവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡിസൈൻ ഒക്കെ 10, 15, 20 കൊല്ലം കഴിഞ്ഞാലും പുതിയ വണ്ടികളായിട്ട് കിടപിടിക്കുന്ന ഒരു ലുക്കാണ്. ഇതൊക്കെ 2010-9 തൊട്ട് തന്നെ ഏകദേശം ഈ ഒരു ഇതിലാ വരിക. ലൈറ്റിലും ചെറിയ ഗ്രില്ലിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോളോയുടെ ഒക്കെ കാര്യം പറഞ്ഞത് പോലെ. പിന്നെ ധാരാളം പ്രീമിയം കാറുകൾ ഓഫറിൽ കിടപ്പുണ്ട് അല്ലേ? ഇത് മെറിഡിയനാണ്, ജീപ്പ് മെറിഡിയൻ. ഇത് ഓൾമോസ്റ്റ് കാണിച്ചതാണ്, വീഡിയോ ചെയ്തതാണ്. ഇപ്പൊ റേറ്റ് വല്ല നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടോ? ഏത് ഇതിന്? ഇത് 2023 മോഡലാണ്. 23 മോഡൽ 8,000 കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ. ഇത് റേറ്റ് എത്രയാ ഫൈനൽ ഇപ്പൊ ചെയ്തേക്കുന്നത്? ഇത് ഏകദേശം ഒരു 38 ലക്ഷം രൂപ ആ റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. ഇനി വരുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്കപ്പോ ഇന്നോവ സെയില് നമുക്ക് വരേണ്ട. ഇന്നോവ ഇപ്പോ വന്ന ക്യാഷ് സോൾഡ് ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുള്ള ക്യാഷ് ഒക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഉള്ളത് 2015 മോഡൽ 2 വണ്ടികളുണ്ട്. 2-3 വണ്ടികളെ സ്റ്റോക്ക് ഉള്ളൂ. അത് വിളിക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നമുക്കിപ്പോ ഒരു 2016 ആണല്ലോ ലാസ്റ്റ് ഇറങ്ങി. 16 ആ ഒരു ഇന്നോവയ്ക്കൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? 16 ഒക്കെ വരുമ്പോ ഇന്നോവക്കൊക്കെ നല്ല കണ്ടീഷൻ അനുസരിച്ച പ്രൈസ് വരും. കിലോമീറ്റർ, ഓണർഷിപ്പ്, ആക്സിഡന്റ്, അതിനനുസരിച്ച് പ്രൈസ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ നല്ലൊരു ക്വാളിറ്റി വണ്ടിക്കൊക്കെ നമുക്ക് 10 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ G4 V ഒക്കെ വണ്ടികൾ നമുക്ക് എന്ത് ചെയ്യാം വരുന്നുണ്ട്. ക്രിസ്റ്റ സ്റ്റാർട്ടിങ് എത്രയാണ്? ക്രിസ്റ്റ 16 തന്നെ നമുക്ക് കിട്ടും. 16 മോഡൽ തന്നെ റീവണ്ടൊക്കെ നമുക്ക് 13.5 ലക്ഷം രൂപക്കൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ സോൾഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നോവ ക്രിസ്റ്റ ഉള്ളടയ്ക്ക് കൊറോണ കഴിഞ്ഞ ഒരു ടൈമില് ഏകദേശം 13 ലക്ഷത്തിനൊക്കെ എന്റെ കയ്യിൽ തന്നെ വണ്ടി പോയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ച് നമ്മൾ എടുത്തത് ഏകദേശം 16-14 ആ റേഞ്ചിലേക്ക് തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സ്വർണം വെച്ചിട്ട് എടുക്കണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നോവ ക്രിസ്റ്റയുടെ. പക്ഷെ നമുക്കിപ്പോ താറ് 5 ഡോർ ഒക്കെ വന്നില്ലേ? അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു മൊത്തത്തിലൊന്ന് പിടിച്ചു കുലുക്കമാണ് വന്നേക്കുന്നത് അല്ലേ? ഇല്ല, അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതെ. നമുക്കിപ്പോ സെയിൽ തുടങ്ങിയാലേ അതും പറയാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രൈസ് 13 പറയുന്നെങ്കിൽ, പക്ഷെ അത് അൻഫാലിക്ക പറഞ്ഞതുപോലെ അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 15-16 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ നല്ല സുഖമായിട്ട് കയറാൻ പറ്റും. അപ്പൊ അതുപോലെ കയറാൻ പറ്റുന്ന ഒരു സെറ്റപ്പില് ഒരു വാഹനം വന്നപ്പോ ആൾക്കാരുടെ എല്ലാം മൈൻഡ് ഇങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിന്റെ ഒരു സൈസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സൈസ് ഇച്ചിരി ഹൈറ്റ് കുറവാന്ന് തോന്നുന്നു. അതിന് ഇച്ചിരിയുടെ ഹൈറ്റ് ഉണ്ട്. താറാണേലും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ താറിനാണ് കുറച്ചും കൂടെ സൈസ് കൂടുതൽ വരിക. പക്ഷെ ഇത് വേറെ മുതലാണ്. ഓൾമോസ്റ്റ് താറെടുത്തിട്ട് ഇതേപോലെ ടയർ, ഇതേപോലെ സസ്പെൻഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നത്? ഓൾമോസ്റ്റ് അത് കറക്റ്റ് കൊട്ടേഷൻ എടുക്കണം. നമ്മളത് താറിനെ നമ്മളോട് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നോവ, ഫോർച്യൂണർ അങ്ങനത്തെയാണ്. ഈ ഫിറ്റിംഗ്സ് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും ചെയ്യാം. റുബിക്കോട്ട് എങ്ങനെയെങ്കിലും നമുക്ക് അറിയില്ല ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഓൾമോസ്റ്റ് പിന്നെ പാർക്ക് ആൻഡ് സെയിലിൽ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പ്രൈസ് കാര്യങ്ങൾ കേട്ടാൽ
പക്ഷെ നമുക്കത് നെഗോസിയേഷനും ബാർഗൈനിങ് ഒക്കെ വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് വണ്ടികളുണ്ട്, ചെറുവണ്ടികളുണ്ട്. അതെ അതെ അതെ. പക്ഷെ ഡയറക്റ്റ് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിൽ വാഹനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഓഫീസ് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു പ്രധാന ഒരു വാഹന നിർമ്മാണ കമ്പനി ഫോക്കസ് ചെയ്യുന്ന യൂസ്ഡ് കാർ മാർക്കറ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ടി വന്നാൽ ഒരു 5-6 ലക്ഷം രൂപയ്ക്ക് തന്നെ നല്ല വാഹനങ്ങൾ, അതായത് ഒരു പഴയ വാഹനങ്ങൾ തന്നെ നല്ല രീതിയിൽ പണിഞ്ഞിറക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഉണ്ട് താനും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു സെഗ്മെന്റ്, ആ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ് നമ്മുടെ കൊക്കക്കോള ക്യാനിന്റെ പോലും കട്ടിയില്ലാത്ത വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് ചില വാഹന കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നില്ല, അൻഫാലിക്ക ബിസിനസ്സുകാരനാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് സംബന്ധിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മൾ സഹകരിച്ച ആഫി വളരെ നന്ദിയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നോവ സ്റ്റോക്ക് വന്ന ഉടനെ അറിയിക്കുക, ഉടനെ പറഞ്ഞു തന്നതായിരിക്കും. ഞാനൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഇന്നും ഇതായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. ഓക്കെ.